1996 മൈക്രോസോഫ്റ്റിന്റെ ഫോമർ CEO ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട് കോണ്ടന്റ് ഈസ് ദ കിങ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് കോണ്ടന്റ് ആണ് എന്നുള്ളത്. ഹായ്, ഞാൻ സച്ചിൻ, നിങ്ങളുടെ SEO ട്രെയിനറാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഒപ്റ്റിമൈസേഷനെ പറ്റിയാണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിൽ ഗേറ്റ്സ് പറഞ്ഞ പോലെ കോണ്ടന്റ് തന്നെയാണ് കിങ്. അതുകൊണ്ട് തന്നെ കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ നമ്മുടെ SEO റാങ്കിങ്ങിനെയും തന്നെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഗൂഗിളിന്റെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ ഗൂഗിളിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പുതിയ ഡാറ്റാസ് ആണ്. പുതിയ ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഫ്രഷ് ആയിട്ടുള്ള കോണ്ടന്റ് അല്ല നമ്മുടെ വെബ്സൈറ്റിൽ ഉള്ളത് എങ്കിൽ അവിടെ ഗൂഗിളിന് നമ്മുടെ വെബ്സൈറ്റിന്റെ ഡാറ്റ ആവശ്യമില്ല. കാരണം ഗൂഗിളിന് ഓൾറെഡി ആ ഡാറ്റ കിട്ടിയിട്ടുണ്ട്, വേറൊരു വെബ്സൈറ്റിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഗൂഗിളിന് നമ്മുടെ ആ ഡാറ്റ ആവശ്യമായിട്ട് വരുന്നില്ല. സോ അവിടെ നമ്മുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയോ ഗൂഗിൾ ചെയ്യുന്നില്ല. സോ അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഡാറ്റാസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് കോപ്പീഡ് കണ്ടന്റ് ഇല്ല, മറ്റുള്ള വെബ്സൈറ്റിൻ്റെ അകത്തുള്ള കണ്ടന്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാജറിസം ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിനുവേണ്ടി ഗൂഗിൾ പ്ലാജറിസം ചെക്കർ എന്ന് സെർച്ച് ചെയ്തതിനു ശേഷം അവിടെ ഒരുപാട് ടൂളുകൾ നമുക്ക് വിസിബിൾ ആവുന്നതാണ്. സോ അതിൽ ഏതെങ്കിലും ടൂളുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യുണീക്ക് ആയിട്ടുള്ള എത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ളതും എത്രത്തോളം പ്ലാജറിസ്ഡ് അല്ലെങ്കിൽ കോപ്പീഡ് കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ വിസിബിൾ ആവുന്നതാണ്. സോ അതിൽ 90% അബോവ് യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്ലാജറിസം ഓക്കെ ആണ് എന്നുള്ളത് നമുക്ക് അവിടെ ഉറപ്പിക്കാവുന്നതാണ്. സോ അങ്ങനെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള കോപ്പീഡ് കണ്ടന്റ് അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള കണ്ടന്റ് നമുക്ക് പ്ലാജറിസം ചെക്കർ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലാജറിസം ചെക്ക് ചെയ്തതിനു ശേഷം വെബ്സൈറ്റിൻ്റെ അകത്ത് കോപ്പീഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് വെബ്സൈറ്റിൻ്റെ അകത്ത് കീവേഡ് ആഡ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഗൂഗിൾ എന്ന് പറഞ്ഞത് ഒരു സെർച്ച് എഞ്ചിനാണ്, അതായത് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് ഗൂഗിൾ എന്ന് പറഞ്ഞത്. സോ ഗൂഗിളിന് നമ്മളെ ഏത് കീവേഡിലാണ് റാങ്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നമ്മളെ കീവേഡ് കറക്റ്റായിട്ട് കോണ്ടന്റിൽ അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കീവേഡിലാണ് നമ്മുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റിൻ്റെ അകത്ത് കീവേഡ് ആഡ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. വെബ്സൈറ്റിൻ്റെ അകത്ത് കീവേഡ് ആഡ് ചെയ്തതിനു ശേഷം ആ കീവേഡ് എത്രത്തോളം ഡെൻസിറ്റിയിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് കീവേഡ് ഡെൻസിറ്റി ചെക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ കീവേഡ് ഡെൻസിറ്റി ചെക്കർ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അവിടെ വരുന്ന ആദ്യത്തെ രണ്ടാമത്തെ ടൂളിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL ആഡ് ചെയ്തിട്ട് അവിടെ കീവേഡിൻ്റെ ഡെൻസിറ്റി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ 1 വേർഡ് ഫ്രേസ് ഉണ്ടാവും, 2 വേർഡ് ഫ്രേസ് ഉണ്ടാവും, അതിൽ അവസാനമായി 3 വേർഡ് ഫ്രേസ് ഉണ്ടാവും. അവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL അല്ലെങ്കിൽ കൊടുത്തതിന് ശേഷം അവിടെ 3 വേർഡ് ഫ്രേസിൽ അവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കീവേഡ് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഡെൻസിറ്റി 2.5 to 3 വരെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അവിടെ നമുക്ക് അത്രയും മാക്സിമം പോവാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ കീവേഡ് സ്റ്റഫിംഗ് എന്നാണ് പറയുക. സോ കീവേഡ് ഡെൻസിറ്റി അവിടെ 2.5 to 3 ആ ലെവലിൽ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. വെബ്സൈറ്റിൻ്റെ കീവേഡ് ഡെൻസിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലെ കീവേഡിൻ്റെ കൂടെ നമുക്ക് പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പ്രൈമറി കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്നാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്നും അതുപോലെ തന്നെ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കണ്ണൂർ എന്നും നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിലെ കീവേഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കീവേഡ് സ്റ്റമ്മിങ് എന്നാണ് പറയുന്നത്. സോ കീവേഡ് സ്റ്റമ്മിങ് ചെയ്തതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ പ്രൈമറി കീവേഡിൻ്റെ കൂടെ തന്നെ ആ പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്ത ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റിലും അതുപോലെ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കണ്ണൂർ എന്ന കീവേഡിലും റാങ്ക് ആവുകയും ഇത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്തേക്ക് വരുന്ന ട്രാഫിക് ഇൻക്രീസ് ചെയ്യുകയും ഇത് നമ്മുടെ പ്രൈമറി കീവേഡിലും മറ്റുള്ള കീവേഡിലും നമ്മുടെ SERPയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. കീവേഡ് സ്റ്റമ്മിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് LSA കീവേഡ്സും നമ്മുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ LSA കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി കീവേഡുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള കീവേഡ്സ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള കീവേഡ്സ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കീവേഡിലും നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ആവുകയും ഇത് ത്രൂ ട്രാഫിക് ജനറേറ്റ് ചെയ്യാനും നമുക്ക് അവിടെ സാധിക്കുന്നതാണ്. സോ ഈ LSA കീവേഡ്സ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ SEOയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് ഒപ്റ്റിമൈസേഷനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ SEO ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി CDA ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.